അമോഘിന് പനി കുറവില്ലയോ അച്ഛനെ? കേൾക്കുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, പ്രീതുവിന് വായിക്കാമോ ഇത് 59-ാമത്തെ? വായിക്കാം സാർ. വിഷയ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപസ്യ പരം ദൃഷ്ട നിവർത്തതേ. ആഹാരം ഭുജിക്കാതിരിക്കുന്നവന് വിഷയങ്ങൾ വിട്ടുമാറുന്നു, എങ്കിലും അവയിലുള്ള രസം നശിക്കുന്നില്ല. അയാളുടെ ആ കാമനയും പരമാത്മാവിനെ ദർശിക്കുമ്പോൾ നീങ്ങുന്നു. ശാരീരിക രോഗം മൂലമോ മനോവ്യാകുലത മൂലമോ പലരും വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാറുണ്ട്. അത് പ്രത്യാഹാരമല്ല, താൽക്കാലികമായ വിഷയവൈമുഖ്യം മാത്രം. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് വിഷയരസം അഥവാ ഭോഗേച്ഛ വിട്ടുപോയിട്ടില്ല. യോഗിയുടെ അവസ്ഥയും ഇതുപോലെ താൽക്കാലികം മാത്രമാണോ? വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അവർ പിൻവലിക്കുന്നുവെങ്കിലും തക്ക സന്ദർഭം വരുമ്പോൾ വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിൽ അവരും കുടുങ്ങിപ്പോവില്ലേ? ആ സംശയത്തെ ഇവിടെ ദൂരീകരിക്കുന്നു. അങ്ങാടിയിലെ കച്ചവട ചരക്കുകൾ വിറ്റഴിയുന്നത് നോക്കുക. ഏതൊരു വസ്തുവും അതിൽ കൊതിയുള്ളവരുടെ വീട്ടിൽ മാത്രമേ എത്തുകയുള്ളൂ. ലഹരി പദാർത്ഥങ്ങൾ അവ ഉപയോഗിക്കുന്നവരുടെ വീടുകളിലെത്തുന്നു. കാർഷികോപകരണങ്ങൾ വാങ്ങുന്നത് കർഷകനാണ്, കവിയോ കലാകാരനോ ഡോക്ടറോ വക്കീലോ അല്ല. അതുപോലെ തന്നെ എല്ലാ ഭോഗ്യ വിഷയങ്ങളും അവയിൽ കൊതിയുള്ളവരുടെ കൂടെ പോകുന്നു. ഭോഗേച്ഛയില്ലാത്ത ജിതേന്ദ്രിയനെ വിഷയങ്ങൾ സമീപിക്കില്ല. വായിക്കാം. വിഷയസേവ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രം സാധകൻ ജിതേന്ദ്രിയനാവുന്നില്ല. വിഷയേച്ഛ മനസ്സിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാൻ വളരെ വിഷമമാണ്. ഇന്ദ്രിയരാമന്മാരായി വിഷയസേവയിൽ മുഴുകി എത്രയോ ജന്മങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കെ എത്രമാത്രം വിഷയവാസനകൾ നമ്മിൽ തങ്ങി നിൽക്കുന്നുണ്ടാവണം. അവ സാധകനെ വീണ്ടും വിഷയലോലുപനാക്കില്ലേ? ഇല്ല, പേടിക്കണ്ട. പരമാർത്ഥ ദർശനം ലഭിക്കുന്നതോടെ അവയെല്ലാം വിട്ടൊഴിയും. അഥവാ വറുത്ത വിത്ത് പോലെ നിർവീര്യമായി തീരും എന്ന് കൃഷ്ണൻ സാധകരെ ആശ്വസിപ്പിക്കുന്നു. അവസ്ഥാത്രയത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ തന്നെ ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഒരവസ്ഥയിലെ അനുഭവം മറ്റൊരവസ്ഥയിൽ സത്യമല്ലെന്ന് നാം കാണുന്നു. ഞാനൊരു കോടീശ്വരനാണെന്ന് സ്വപ്നം കണ്ടേക്കാം. ജാഗ്രതത്തിലെ എന്റെ ദാരിദ്ര്യത്തെ നീക്കാൻ അതിനാവില്ലല്ലോ. ഒരു മഹാദരിദ്രനെന്ന നിലയിൽ ജാഗ്രതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ സ്വപ്നത്തിലെ കോടീശ്വരനായ എന്നെ തീണ്ടുകയുമില്ല. ജഗത് സ്വപ്ന സുഷുപ്തികൾ മാറി മാറി അനുഭവിച്ച് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ മാറി മാറി അനുഭവിച്ച് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ജീവൻ ഒരുപാട് മലിനവാസനകൾ ഉടമയാണെന്നത് ശരി തന്നെ. എന്നാൽ അവസ്ഥാത്രയം കടന്ന തുരീയത്തിലേക്ക് ഈശ്വരാനുഭൂതിയിലെ ഉണരുമ്പോൾ വാസനകളൊക്കെയും വിട്ടൊഴിയുന്നു. അതാ നമ്മൾ ഈ കഴിഞ്ഞ ശ്ലോകത്തിലെ ഈ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുന്ന രീതിയാണ്. നമ്മൾ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വിഡ്രോ ചെയ്യുന്നത്. ശരീരഭാഗങ്ങൾ ഉള്ളിലെ വലിക്കും. ഒരു ആപത്സന്ധി വരുമ്പോൾ ആമ എൻ്റെ കൈയും കാലും മുഖമൊക്കെ ഉള്ളിലോട്ട് വലിക്കുന്നത് പോലെ നമ്മൾ ഈ വിഷയങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു പരിധി വിട്ട് പോകുമ്പോൾ നമ്മൾ ആ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും നമ്മൾ പിൻവലിയുന്ന ഇന്ദ്രിയങ്ങളെ നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, ആ ബാലൻസ് ചെയ്യുന്നത്, ആത്മസംയമനം, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുന്ന ആ ഇതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ആവശ്യകത പറയുക. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതാ പറഞ്ഞേ, ശാരീരിക രോഗം മൂലമോ മനോവ്യാകുലത മൂലമോ പലരും വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാറുണ്ട്. അത് പ്രത്യാഹാരമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, നമ്മൾക്ക് ഒരു എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇന്ന സാധനങ്ങൾ കഴിച്ചുകൂടാ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും. പക്ഷെ രോഗമെല്ലാം മാറുമ്പോഴോ തിരിച്ചും നമ്മൾ പഴയലോട്ട് പോകും എന്ന് പറഞ്ഞ പോലെ. അത് പ്രത്യാഹാരമല്ല, താൽക്കാലികമായ വിഷയവൈമുഖ്യം മാത്രം. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് വിഷയരസം ഭോഗേച്ഛ വിട്ടുപോയിട്ടില്ല. യോഗിയുടെ അവസ്ഥയും ഇതുപോലെ താൽക്കാലികം മാത്രമാണോ? വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നുവെങ്കിലും
തക്ക സന്ദർഭം വരുമ്പോൾ വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിൽ അവരും കുടുങ്ങിപ്പോവില്ലേ? ആ സംശയത്തെ ഇവിടെ ദൂരീകരിക്കുന്നു. അതാ നമ്മൾ ഇങ്ങനെയൊക്കെ ഇന്ദ്രിയ സംയമനമൊക്കെ പാലിച്ചാലും ഇങ്ങനെയൊക്കെ നോക്കിയാലും ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചത് വരുത്തില്ലയോ, ആ ഒരു സ്വഭാവം തിരിച്ചു വരുത്തില്ലയോ ചോദിക്കുക. കാരണം ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു യോഗിക്ക് ഇതിങ്ങനെ ആത്മസാക്ഷാത്കാരം പിന്നെയും ഞാൻ പഴയ പോലെ ആവത്തില്ലയോ എന്നുള്ളൊരു ഡൗട്ട്. നമുക്കൊരു കാര്യമില്ല, ശബരിമല പോകാൻ വ്രതം എടുക്കുന്നു. ആ ശബരിമല പോകാൻ ഒരു 41 ദിവസം വ്രതമൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ ആ ഒരു 41 ദിവസത്തേക്കാണ് നമ്മുടെ ആ ഹാബിറ്റ് എല്ലാം മാറ്റി, മീൻ കൂട്ടത്തില്ല, കുളിച്ചിട്ടായിരിക്കും. ഇങ്ങനെ ഈ രീതികളൊക്കെ ഒരു 41 ദിവസം നോക്കി. ഈ 40 ദിവസം മല പോയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാലോ മാല ഉരിട്ടോ നമ്മൾ പിന്നെ മീൻ കഴിക്കാൻ തുടങ്ങും പഴയ പോലെ. നമ്മൾ എങ്ങനെ ആയിരുന്നു പഴയതുപോലെ. അത് പ്രത്യാഹാരമല്ല. ഇതാ പറയുന്നത്, നമ്മൾ ഈ വ്രതങ്ങളൊക്കെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ എന്തിനു വേണ്ടിയാ ഈ വ്രതശുദ്ധിയൊക്കെ എടുക്കുന്നേ? അതേപോലെ നമ്മുടെ സ്വഭാവത്തിനെയും നമ്മുടെ ചിട്ടകളെയും മാറ്റിയെടുക്കണം. അല്ലാതെ നമ്മൾ ഏതോ ഒരു നമ്മളിപ്പോ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി മലയ്ക്ക് പോകുന്നതും എന്തെങ്കിലുമൊക്കെ ഒരു ഞാൻ മലയ്ക്ക് പോയേക്കാം, എനിക്കത് കാര്യം കിട്ടി, പിന്നെ ഞാൻ നോക്കേണ്ട കാര്യമില്ല. പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ പൂരായണ എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ സ്വഭാവങ്ങളെയും വാസനകളെയൊക്കെ മാറ്റണം. അതിനുവേണ്ടി ആയിരിക്കണം ഓരോ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സാധനങ്ങൾ ചെയ്ത് ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്ക്, ജ്ഞാനിക്ക്, തിരിച്ച് ഈ പഴയ അവസ്ഥയിലോട്ട് വരുത്തില്ലയോ എന്നുള്ളൊരു സംശയമാണ് പറയുന്നത്. ഒരിക്കലും അത് വരുത്തില്ല. അതാണ്. അപ്പം ഈ വിഷയങ്ങളിലോട്ടുള്ള പ്രതിപത്തി അത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഓരോരുത്തരുടെയും നമുക്ക് ആ വിഷയങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ പദാർത്ഥങ്ങളെ നമ്മൾ തേടി പോകുന്നത്. അങ്ങാടിയിലെ കച്ചവട ചരക്കുകൾ വിറ്റെഴുതി നോക്കുക. ഏതൊരു വസ്തുവും അതിൽ കൊതിയുള്ളവരുടെ വീട്ടിൽ മാത്രമേ എത്തുകയുള്ളൂ. ലഹരി പദാർത്ഥങ്ങൾ അവ ഉപയോഗിക്കുന്നവരുടെ വീടുകളെത്തുന്നു. അപ്പം ഈ കടകളിലിരിക്കുന്ന ഓരോ സാധനങ്ങളെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതാണ് അവിടെ പോയി, നമുക്ക് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അത് മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് താല്പര്യമുള്ളത്. അപ്പൊ നമുക്ക് താല്പര്യം ചെന്തുവാ, നമുക്ക് ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഈ 5 ഇന്ദ്രിയങ്ങള്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, കണ്ണ്, ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ ഉണ്ട അനുഭവങ്ങളാണ് നമ്മുടെ ഈ ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളും. അപ്പൊ ഇന്ന് നമ്മൾ ആത്മസംയമനം പാലിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ സുഖത്തിലോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ കുരുങ്ങിപ്പോവുക, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അത് പിന്നെയും വേണം, ആ സുഖത്തിന്റെ പിന്നെയും വേണം. അതിനുവേണ്ടി നമ്മൾ ഓരോന്നും കാണിച്ചു കൂട്ടും. ഇങ്ങനെ എന്റെ ദുരിതാവസ്ഥ കൂടും. അപ്പൊ നമ്മൾ ഈ ഇന്ദ്രിയ സംയമനം വേണം. അതിന് അടുത്തത് മനസ്സിന്റെ സംയമനം പറയുന്നുണ്ട്, ദമം. ഇതിനെ പറയുന്നത് ശമം എന്ന് പറയും. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് ദമം എന്ന് പറയും. ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഇതിലെ പ്രത്യാഹാരം എന്നും പേര് പറയും. അപ്പം ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ വീട്ടുകളിലാണ് ആ സാധനങ്ങളൊക്കെ വിറ്റഴിയുന്നത്. അപ്പം നമ്മൾ എന്ന് വിളിച്ചാൽ നമ്മൾ വിഷയസേവ ചെയ്യുന്നില്ല എന്നത് കൊണ്ട് മാത്രം സാധകൻ ജിതേന്ദ്രനാവുന്നില്ല. ജിതേന്ദ്രൻ എന്ന് വെച്ചാല് ഇന്ദ്രിയങ്ങളിലെ അതിജീവിച്ചതിനെയാണ് ജിതേന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച, ഇന്ദ്രിയങ്ങളെ കൺട്രോളിൽ വെച്ചിരിക്കുന്നവൻ, മാനേജ് ചെയ്യുന്നവൻ. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവനെ നമ്മൾ ഇന്ദ്രിയ ലോലുപൻ എന്ന് പറയും. ജിതേന്ദ്രൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആത്മസംയമനം പാലിച്ചതാണ് ജിതേന്ദ്രൻ. അതാ വിഷയസേവ ചെയ്യുന്നത് എന്നത് കൊണ്ട് മാത്രം സാധനം ജിതേന്ദ്രനാവുന്നില്ല. വിഷയച്ച മനസ്സിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാൻ വളരെ വിഷമമാണ്. കാരണം നമ്മൾ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഷുഗർ പേഷ്യന്റ് നമുക്ക് മധുരം കഴിച്ചുകൂടാമെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പായസം ഒന്നും കഴിക്കത്തില്ല. പക്ഷെ നമുക്ക് പായസം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഉള്ളിൽ ഇഷ്ടമാണ്, പക്ഷെ കഴിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഒരു അസുഖമുണ്ട്. അപ്പം അതിനോടൊരു ആസക്തി ഉണ്ട് താനും. ഇപ്പൊ ഞാൻ അതിനെ സപ്രസ് ചെയ്യുക. എനിക്ക് അതിനോടുള്ള ഒരു അട്രാക്ഷനെ ഞാൻ സപ്രസ് ചെയ്ത് വെക്കുന്നു. പക്ഷെ അപ്പൊ എന്തുവാ, ചില സമയത്തൊക്കെ അത് നമ്മൾ അതിനെ തിരിച്ച് അതിലോട്ട് പോകും. സാരമില്ല, ഇപ്രാവശ്യം നമ്മൾ അതിനെ ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തും. അപ്പം അതാ പറഞ്ഞത്, അങ്ങനെ വിഷയസേവ ചെയ്യുന്നത് എന്നുകൊണ്ട് മാത്രം സാധനം ജിതേന്ദ്രനാവുന്നില്ല. വിഷയിച്ച് മനസ്സിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാൻ വളരെ വിഷമമാണ്. ഇന്ദ്രിയ രാമന്മാരായി വിഷയസേവയിൽ മുഴുകി എത്രയോ ജന്മങ്ങൾ നാം പിന്നിട്ടു കഴിഞ്ഞിരിക്കെ എത്രമാത്രം വിഷയവാസന നമ്മൾ തങ്ങി നിൽക്കുന്നുണ്ടാവണം. അവ സാധനെ വീണ്ടും വിഷയലോലുപനാക്കില്ലേ? ഇല്ല, പേടിക്കണ്ട. പരമാത്മ ദർശനം ലഭിക്കുന്നതോടെ, ചില ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതോടെ അവയെല്ലാം വിട്ടൊഴിയും. അത് എങ്ങനെ ഒരു ഉദാഹരണം പറയാം, വറുത്ത വിത്ത് പോലെ. കണ്ടു കഴിഞ്ഞാൽ വിത്തിന്റെ കൂട്ടിരിക്കും, പക്ഷെ ആ വറുത്ത വിത്ത് കിളിക്കുവോ പിന്നെ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് നമ്മൾ ഈ സാധനങ്ങൾ ചെയ്ത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് പരിശീലനം ചെയ്ത് നമ്മളെ ഈ മനസ്സിനെ ഉയർത്തി ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് ആ പഴയ അവസ്ഥയിലോട്ട് നമ്മുടെ വരുത്തില്ല. കാരണം ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ നമ്മൾ കുടുങ്ങി പോകത്തില്ല. അതിന് വേറൊരു എക്സാമ്പിൾ പറയാം അടുത്ത പാരഗ്രാഫിൽ. അവസ്ഥാത്രയം.
അവസ്ഥാത്രയം എന്ന് പറഞ്ഞാല് ജാഗ്രത വെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, ഇതാ അവസ്ഥാത്രയം. 3 അവസ്ഥകളാണ്. നമ്മളെല്ലാരും ഈ ഡെയിലി ഈ 3 അവസ്ഥകളിൽ കൂടെ പോകുന്നുണ്ട്. ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. എന്നുവെച്ചാല് ജാഗ്രത ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ വ്യവഹരിക്കുന്നു. ആ ജാഗ്രത നമ്മൾ ടയേർഡ് ആകുമ്പോൾ നമ്മൾ ഉറക്കത്തിലോട്ട് പോകുന്നു. ഉറക്കം വെച്ചാൽ ആദ്യം നമ്മൾ ഉറക്കത്തിന്റെ 2 അവസ്ഥയുണ്ട്. ഒന്ന് മയക്കവും ഒന്ന് നിദ്രയും എന്ന് പറയും. ആ മയക്കത്തിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. സ്വപ്നാവസ്ഥയാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിൽ നിന്ന് നമ്മൾ ഗാഠ നിദ്രയിലോട്ട് പോകും. അതാ സുഷുപ്തി. സുഷുപ്തിയിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. അപ്പം ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയിലോട്ട് നമ്മൾ പോകുമ്പോഴേ ഈ ഓരോ അവസ്ഥയിലും നമുക്ക് അനുഭവമുണ്ട്. ജാഗ്രതത്തിരിക്കുമ്പോൾ നമ്മളെ ഒരു അനുഭവം ഉണ്ടാവുന്നു. സ്വപ്നത്തിലോട്ട് പോകുമ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾക്ക് ഓർക്കുവോ? നമ്മൾ പിന്നെ വേറെ ലോകത്തായിരിക്കും. നമ്മൾ വേറെ അനുഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും സ്വപ്നത്തില്. അപ്പം സ്വപ്നത്തിൽ വേറെ അനുഭവം, ഞാൻ വളരെയായിട്ട് വിഷമിക്കും, അല്ലെങ്കിൽ സന്തോഷിക്കും. ഈ സ്വപ്നത്തിലും ഞാൻ അനുഭവമുണ്ട്, പക്ഷെ ഈ ശരീരം കൊണ്ടല്ല. അപ്പോ ഈ ജാഗ്രതയുള്ള സ്വപ്നം അവിടെ കിടന്നുറങ്ങുക. പക്ഷെ ഈ മനസ്സ് എവിടൊക്കെയോ യാത്ര ചെയ്ത് അപ്പം ഈ വേറെ ഏതോ ശരീരത്തിലിരുന്ന് ആ മനസ്സ് ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് ശരീരമില്ലാതെ. ആ ശരീരത്തിന്റെ ഒരു സാങ്കല്പിക ലോകത്ത് ഈ അനുഭവങ്ങൾ എനിക്കുണ്ടാവുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ കടന്ന് കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ഉരുണ്ട് വീഴും, അങ്ങോട്ട് ചാടുവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വീഴുന്നതാണ്. അപ്പം സ്വപ്നാവസ്ഥയിൽ എനിക്ക് അനുഭവങ്ങളുണ്ട്. എന്നിട്ടാണ് ഞാൻ ഗാഠനിദ്രയിലോട്ട് പോന്നെ, സുഷുപ്തിയിലോട്ട് പോന്നെ. ആ സുഷുപ്തിയിലും എനിക്ക് അനുഭവമുണ്ട്. കാരണം എന്തുവാ, ഞാൻ ഉറങ്ങി എഴുതിയ ആ സുഷുപ്തിയിൽ ഞാൻ ഒന്നും അറിയുന്നില്ലെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല ഉറക്കമായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള ഒരു ഗാഠനിദ്ര കിട്ടിയില്ലെങ്കിലോ ഇന്നത്തെ ഉറക്കം ശരിയായില്ല എന്ന് നമ്മൾ പറയും. നമ്മൾ ചെന്ന് കടന്നു ശരിക്കും അങ്ങ് ഉറങ്ങിപ്പോയി, അങ്ങ് അറിഞ്ഞതേ ഇല്ല. പിന്നെ നേരം വെളുത്തപ്പോഴാണ് നമ്മൾ സുഖമായിട്ട് അങ്ങ് ഉറങ്ങി എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ സുഷുപ്തിയിലാണ് ഈ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള ഒരു അനുഭവം നമുക്ക് അപ്പോഴുണ്ടാവത്തില്ലെങ്കിലും എഴുന്നേറ്റ് കഴിയുമ്പോൾ അറിയും ഈ സുഖമായി ഉറങ്ങുന്ന ഒരു അനുഭവം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം. ഇത് ജാഗ്രത അവസ്ഥയിലും നമുക്ക് അനുഭവങ്ങളുണ്ട്, സ്വപ്നാവസ്ഥയിലും നമുക്ക് അനുഭവങ്ങളുണ്ട്. ഈ ജാഗ്രതയിലിരിക്കുന്ന എപ്പോഴാ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അവസ്ഥയില് എനിക്കൊരു അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു ജാഗ്രതയില്. കർമ്മേന്ദ്രിയം വെച്ചാൽ കയ്യും കാലും ഒക്കെ പ്രവർത്തിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ജാഗ്രത അവസ്ഥയില്. സ്വപ്നാവസ്ഥയിലോ എന്റെ ജ്ഞാനേന്ദ്രിയങ്ങളും ഒന്നും കർമ്മേന്ദ്രിയങ്ങളും വർക്കാവുന്നില്ല. എന്നുവെച്ചാല് എന്റെ കണ്ണോ ഇതൊന്നും എന്റെ 5 ഇന്ദ്രിയങ്ങളും കയ്യും കാലും ഒന്നും വർക്കാവുന്നില്ല. പക്ഷേ ഈ മനസ്സ് വർക്ക് ചെയ്യുക. ഏതോ അനുഭവങ്ങൾ, ഏതോ ലോകത്ത്, ഏതോ സാഹചര്യങ്ങളിൽ കൂടെ പോയി. പക്ഷെ ഈ ഇന്ദ്രിയങ്ങളല്ല, പക്ഷെ എനിക്ക് ഈ ഇന്ദ്രിയത്തിന്റെ അനുഭവങ്ങൾ വരുന്നുണ്ട്. എനിക്ക് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഇന്ദ്രിയങ്ങൾക്ക് വല്ലതും വർക്ക് ചെയ്യുന്നുണ്ടോ? എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഈ മനസ്സും ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യാതെ തന്നെ സ്വപ്ന ലോകത്തില് എനിക്ക് അനുഭവങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് അപ്പം ഈ ജാഗ്രതയില് എന്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. സ്വപ്നത്തിൽ എനിക്ക് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സാണ് ഈ സാങ്കല്പികമായിട്ടുള്ള ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്നത്, ആ അനുഭവങ്ങൾ. സുഷുപ്തിയിലോട്ട് പോകുമ്പോഴോ ആ മനസ്സും ഇല്ല. അപ്പം ഇതെല്ലാം ഈ മനസ്സും ഈ ഇന്ദ്രിയങ്ങളും ഒന്നും ഇല്ല. എനിക്ക് ഒരു വിക്ഷേപം എനിക്ക് ഇതൊന്നും വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം അതിന്റെ ഡോർമെന്റ് അവസ്ഥയിൽ ഇരിക്കുകയാണ്. അവിടെ എന്തുവാ? അവിടെ ഈ ജീവാത്മാവ് മാത്രമേ ഉള്ളൂ. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ കാരണശരീരം. കാരണം ഈ ജീവാത്മാവും കാരണശരീരമുണ്ട്, വാസന. ഇത് എവിടെ ഇരിക്കുന്നു? പരമാത്മ ചൈതന്യത്തോട് ചേർന്നിരിക്കുന്നു. അപ്പം ആ സുഷുപ്തി ഉണർന്നു കഴിയുമ്പോഴും ഈ പരമാത്മ ചൈതന്യമാണ് ആത്മസാക്ഷാത്കാരം. അതാണ് ഏറ്റവും ആനന്ദാവസ്ഥ. അപ്പം എന്റെ മനസ്സും ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാതെ ഈ കാരണശരീരമായ ജീവാത്മാവ് ഈ പരമാത്മാവിനോട് ചേർന്നിരിക്കുന്നു. വേറെ ആരുമില്ല അവിടെ. ഇതിന്റെ ഈ ഒരു ആവരണം മാത്രമേ ഉള്ളൂ. പരമാത്മ ചൈതന്യത്തിനോട് ചേർന്നിരിക്കുവാണെന്നുള്ള അറിവില്ലാതെ അജ്ഞാനത്തിൽ അതിനോട് ഏറ്റവും അടുത്തിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ സുഖം. ഈ സുഖം എവിടുന്ന് കിട്ടിയെച്ചാല് എനിക്ക് ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് കിട്ടിയ സുഖമാണ്
നമ്മൾ ഈ ഗാഠനിദ്ര കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു ഉറങ്ങിയപ്പോ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഗാഠനിദ്രയിൽ പോയില്ലെങ്കിലോ, ഓ എന്റെ ഉറക്കം ശരിയല്ലേ, നല്ല സുഖമല്ല, ശരിയായിട്ടില്ല. നല്ല അറിയാത്തുള്ള ആ ഒരു ഗാഠനിദ്രയാണെങ്കിൽ നമുക്ക് നല്ലൊരു എത്രയോ പ്രശ്നങ്ങളിൽ ഉണ്ടായാലും എത്രയോ നമ്മൾ ടയർഡായിട്ട് നമ്മൾ ഗാഠനിദ്രയിൽ നിന്ന് കഴിഞ്ഞ് എഴുന്നേറ്റുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു സുഖാവസ്ഥ നമ്മൾ ഫീൽ ചെയ്യും. ഈ സുഖം കിട്ടുന്ന അവസ്ഥ കിട്ടുന്നത് ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ്. അപ്പൊ ആ സമയത്ത് ഈ ജീവാത്മാവ് കാരണ ശരീരം, ഈ വാസനയിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മ ചൈതന്യത്തോട് ചേർന്നിരിക്കുക, പരമാത്മ ചൈതന്യത്തോട് ചേർന്നിരിക്കുകയാണെന്നുള്ള അറിവില്ലാതെ അജ്ഞാനത്തിൽ. അതാണ് എൻ്റെ സുഖം എന്നുള്ള ഉണർന്ന് കഴിയുമ്പോൾ എനിക്ക് ആ സുഖം എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നത്. അപ്പൊ നമ്മളെ ഈ അവസ്ഥാത്രയം, എന്നിട്ട് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇത് 3 അവസ്ഥാത്രയമാണ്. നമ്മൾ ജാഗ്രതത്തിലെ ധ്യാനമൊക്കെ പരിശീലിച്ചു കഴിഞ്ഞ് എനിക്ക് ഈ ജാഗ്രതയിൽ നിന്ന് എനിക്ക് തുര്യാവസ്ഥയിലോട്ട് പോകാം, അതാ ആത്മസാക്ഷാത്കാരം. സുഷുപ്തിയിൽ നിന്ന് എനിക്ക് ആത്മസാക്ഷാത്കാരത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. സുഷുപ്തിയിൽ നിന്ന് എനിക്ക് ആത്മാവിലോട്ട് ലയിക്കാൻ പറ്റത്തില്ല. ജാഗ്രതയിൽ നിന്നുകൊണ്ട് മാത്രമേ, ധ്യാനത്തിൽ കൂടെ മാത്രമേ എനിക്ക് ഈ പരമാത്മ ചൈതന്യം ലയിക്കാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിലോട്ട് മാറുന്നതിനെയാ തുര്യാവസ്ഥ, 4മതൊരവസ്ഥ. നമുക്ക് എപ്പോഴും നമ്മൾ ജീവിതത്തിൽ 3 അവസ്ഥയെ കൂടെ കടന്നു പോകുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇത് അവസ്ഥാത്രയം എന്ന് പറയുന്നത്. ഈ 3 അവസ്ഥയിൽ കൂടെ പോകുമ്പോഴേ ഓരോ അവസ്ഥയിൽ നിന്ന് ഞാൻ മറ്റേ അവസ്ഥയിലോട്ട് പോകുമ്പോൾ ഞാൻ മറ്റേനെ എനിക്ക് ബന്ധവേ ഇല്ല. ഞാൻ ജാഗ്രതത്തിൽ എന്തെല്ലാം വർക്ക് ചെയ്തിട്ടിരുന്നാലും, എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടിരുന്നാലും, സ്വപ്നത്തിലോട്ട് മാറുമ്പോഴോ ഈ ജാഗ്രതയെ കുറിച്ച് എനിക്ക് ഒരു അനുഭവം ഇല്ല, പിന്നെ ഓരോ ഓർമ്മയില്ല. അതുപോലെ സ്വപ്നത്തിൽ എനിക്ക് ഓരോന്നും വിഷമിക്കുന്നു, സന്തോഷിക്കുന്നു. നമുക്ക് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് വേറൊരു അവസ്ഥയിലോട്ട്, അടുത്ത അവസ്ഥയിലോട്ട് ഞാൻ ജാഗ്രതയിലോട്ട് വന്നാലോ എനിക്ക് പിന്നെ ആ സ്വപ്നത്തിനെ കുറിച്ചുള്ള ഒരു എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഒരു ജ്ഞാനിക്ക്, നല്ല തുര്യാവസ്ഥയിലോട്ട് പോയ ഒരു ജ്ഞാനിക്ക് ഈ ഇന്ദ്രിയ സുഖങ്ങളല്ല പിന്നെ തിരിച്ച് ആ അനുഭവത്തിലോട്ട് വരുന്നില്ല. ആ അനുഭവത്തിൽ വെച്ചാല് ആ അനുഭവത്തിൽ കുരുങ്ങത്തില്ല. വികാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ മറ്റുള്ള ജാഗ്രതയിലിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഇന്ദ്രിയ സുഖങ്ങളായിട്ട് പോയി നമ്മൾ അതുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അതിന്റെ ദുരിതാവസ്ഥയിലോട്ട് പോവുക. നമുക്ക് തോന്നുന്നത് സുഖമാണെന്ന് തോന്നും, ഒരു നിമിഷ സുഖം കിട്ടും, അതിനുശേഷം ദുരിതങ്ങളിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ ഏത് ഇന്ദ്രിയ സുഖങ്ങളിൽ കൂടെയും നമ്മൾ സുഖം, അതെല്ലാം നൈമിഷിക സുഖങ്ങളാണ്. സ്ഥായിയായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് ഈ പരമാത്മ ചൈതന്യത്തിൽ മനസ്സ് ലയിക്കുമ്പോൾ ആനന്ദാവസ്ഥ. അങ്ങനെ വൺസ് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാശം താഴോട്ടില്ല. അതേ സമയത്ത് അതുവരെ നമ്മൾ ഇതിനെ വളരെ ഇതായിട്ട്, കാരണം ഒരു ഇതുണ്ട്, ഈ സാധന ചെയ്യുന്ന ഒരു യാത്ര ഒരു കത്തിയുടെ മേളിൽ കൂടെ, മൂർച്ചയേറിയ ഒരു കത്തിയുടെ മേളിൽ കൂടെ നടക്കുന്ന ഒരു യാത്ര പോലെ ഇതിനെ പറയുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജീവൻ മുക്തിയും ബ്രഹ്മനിർവാണവും. ഈ ബ്രഹ്മനിർവാണം എന്ന് പറയുന്നതാണ് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത്. ആദ്യം നമുക്ക് ജീവൻ മുക്തി നേടണം. എന്ന് വെച്ചാല് മനഃശുദ്ധി വന്ന് ആ ജീവൻ മുക്താവസ്ഥ, ചിത്തശുദ്ധി വന്ന ഒരു അവസ്ഥയാണ് ജീവൻ മുക്താവസ്ഥ. ആ ജീവൻ മുക്താവസ്ഥ നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നേടി നിർത്തും. വൺസ് ജീവൻ മുക്ത നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മസാക്ഷാത്കാരം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ജീവൻ മുക്താവസ്ഥ വരെ നമ്മുടെ പ്രയത്നം ആവശ്യമാണ്, സാധനങ്ങളൊക്കെ ചെയ്ത്. വൺസ് ഞാൻ ഇതിനെയെല്ലാം ജീവൻ മുക്തനായി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ചിത്തശുദ്ധി വന്ന് ആത്മസംയമനം കംപ്ലീറ്റ് ആയാൽ, അങ്ങനെ ഒരു മനസ്സ് അടുത്ത ഒരു കുറച്ച് ഇതിക്കുള്ള ധ്യാനത്തിൽ കൂടെ അത് ആത്മസാക്ഷാത്കാരം നേടിയിരിക്കും. ആ വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ് നമ്മളിപ്പോ ഈ കുറെ ശ്ലോകങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതപ്രജ്ഞൻ വൺസ് സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. അപ്പൊ തിരിച്ച് താഴോട്ടൊരു പതനം ഉണ്ടാവത്തില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മളെ ഒരു ജ്ഞാനി ആത്മസാക്ഷ്യം കിട്ടിയ ഒരു സ്ഥിതപ്രജ്ഞൻ ഇന്ദ്രിയ വിഷസേവയിലോട്ട് കുടുങ്ങിപ്പോകത്തില്ല. അല്ലാത്തവരൊക്കെ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. ഓരോ സമയത്തും നമ്മൾ ഓരോ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ഈ ഒരു ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. ഇന്ദ്രിയ ഇന്നത് പറയുന്നുണ്ടല്ലോ, ആഹാരം എന്ന് വെച്ചാൽ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ നോക്കിയാൽ ആഹാരം ബ്രാക്കറ്റിൽ വിഷയങ്ങൾ ഭുജിക്കാതിരിക്കുന്നവനെ വിഷയങ്ങൾ വിട്ടുമാറുന്നു, എങ്കിലും അവയുടെ രസം കാമന നശിക്കുന്നില്ല, അയാളുടെ ആ കാമനയും പരമാത്മാവിനെ ദർശിക്കും നീങ്ങുന്നു. എന്തുവാ ആഹാരം ഭുജിക്കാതിരിക്കുന്നവന്? ഈ വിഷയങ്ങൾ, ഈ ആഹാരം വെച്ചാല് ഈ 5 ഇന്ദ്രിയങ്ങളുടെ ആഹാരം, 5 ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങൾ, അതുമായിട്ട് ആ വിഷയങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരിക്കുന്ന ഒരാൾക്ക് ആ വിഷയങ്ങളിൽ നിന്ന് പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധം വരുന്നില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആത്മസാക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പെർമനന്റ് ആയിട്ട് അത് ആ കാമന തിരിച്ചുണ്ടാവത്തില്ല. അപ്പൊ അത് നമ്മൾ ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് ഈ ആത്മസാക്ഷ്യം കിട്ടേണ്ടത്, അങ്ങനെ കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് തിരിച്ച് ഇതുമായിട്ടൊന്നും
ബന്ധം സ്ഥാപിക്കത്തില്ല. അപ്പം ഇത് ബന്ധം സ്ഥാപിക്കുന്ന ആരാണ്? നമ്മൾ ഈ സാധന ചെയ്യാതെ സാധാരണ ഇരിക്കുമ്പോൾ നമ്മൾ ഈ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും ഇത് ഇന്ദ്രിയങ്ങളിൽ കൂടെ പ്രപഞ്ച വിഷയങ്ങളിൽ കൂടെ പോയി ഞാൻ അതുമായിട്ട് ബന്ധം സ്ഥാപിച്ച് നൈമിഷിക സുഖങ്ങളിൽ രമിച്ച് നടക്കുന്നു. എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടാനുള്ള വഴിയില്ല. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ആത്മസംയമനം, ആദ്യം ഇന്ദ്രിയ സംയമനത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇന്ദ്രിയ സംയമനം പാലിക്കണം, അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഗീചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. പ്രീതുവിനോ? ഇല്ല സാർ, ഒന്നുമില്ല. ശരി ശരി. അപ്പൊ ഇന്ന് ഒരു ശ്ലോകം നമുക്ക് നാളെ ഓരോ ശ്ലോകമായിട്ട് പതുക്കെ പോകുന്നത്. ഇപ്പൊ ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ. നാളെ നമുക്ക് കാണാം.